കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എഫെസ്യ ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യം. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിയുന്നവന്. ഇതുപോലൊരു വാക്യമാണ് ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാമത്തെ വാക്യം. അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു: അമർത്തി കുലുക്കി കവിയുന്ന വലിയൊരളവ്. ഇതുപോലെ നമുക്ക് ചേർത്ത് പഠിക്കാൻ പറ്റുന്ന മറ്റൊരു വാക്യമാണ് മലാക്കി പ്രവചനം 3:10. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. 3 വാക്യങ്ങളാണ് നാം പഠിച്ചത്. ഒന്ന്, ചോദിക്കുന്നതിനേക്കാളും നനയ്ക്കുന്നതിനേക്കാളും അത്യന്തപരമായി ചെയ്യുന്ന ഒരു ദൈവം. 2, അമർത്തി കുലുക്കി കവിയുന്ന വലിയൊരളവ് നമ്മുടെ മടിയിൽ തന്നെ പകർന്നു നൽകുന്ന ഒരു ദൈവം. വീണ്ടും നാം കേട്ടത് ആകാശത്തിലെ കിളിവാതിലുകൾ തുറന്ന്, അവിടെ എഴുതിയിരിക്കുന്നു കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം ധാരാളമായി നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. പ്രിയമുള്ളവരെ, ഇതാണ് ദൈവിക പദ്ധതികൾ. നാം ചിന്തിക്കുന്നതോ നനയ്ക്കുന്നതോ മനസ്സിലാക്കുന്നതോ നിരൂപിക്കുന്നതോ വിചാരിക്കുന്നതോ അല്ല നമ്മളെക്കുറിച്ചുള്ള അത്യന്തികമായ ദൈവിക പദ്ധതികൾ. അത് വലുതാണ്, അത് ഉന്നതമാണ്, അത് ശ്രേഷ്ഠമാണ്. ഞാൻ 3 ചിന്തകൾ പറയാം. യാക്കോബ് ഇപ്രകാരം ചിന്തിച്ചു. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യത്തിലൊക്കെ നാം ഇങ്ങനെ കാണുന്നു: യാക്കോബ് വസ്ത്രം കീറി ഏറിയ നാൾ അരയിൽ രട്ടുശീല ചുറ്റി തൻ്റെ മകനെക്കുറിച്ച് ദുഃഖിച്ചുകൊണ്ടേയിരുന്നു. ആരുടെയും ആശ്വാസം കൈക്കൊള്ളുവാൻ താൻ മനസ്സില്ലാതെ ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകൻ്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് യാക്കോബ് പറഞ്ഞു. നമുക്കറിയാം എന്താണ് ഈ എപ്പിസോഡ്. 1, ജോസഫ് തനിക്ക് നഷ്ടപ്പെട്ടു. 2, ഇപ്പോൾ ശിമിയോന് നഷ്ടപ്പെട്ടിരിക്കുന്നു. വീണ്ടും നാം പഠിക്കുമ്പോൾ യാക്കോബ് പറയുന്നു, സകലവും എനിക്ക് പ്രതികൂലമാണ്. യാക്കോബിൻ്റെ ഒരു വിലാപം ഒന്നൊന്നായി എല്ലാവരും നഷ്ടപ്പെടുകയാണ്. താൻ സ്നേഹിച്ച ജോസഫ് ഇപ്പോൾ ഇല്ല, ശിമിയോനും ഇല്ല, ഇപ്പോൾ ബെന്യാമീനെയും കൂടെ കൊണ്ടുപോകാൻ പോവുകയാണ്. അവസാനം യാക്കോബ് ഇങ്ങനെ പറയുന്നു: നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കും എന്ന് പറഞ്ഞു. എന്താണ് പ്രിയമുള്ളവരെ, നാം ചിന്തിച്ച വാക്യവും ഇതിനുമായി ബന്ധം. യാക്കോബിൻ്റെ ചിന്താഗതി തനിങ്ങനെ നശിച്ചു പോകുമെന്നാണ്. തൻ്റെ ആശ്രയങ്ങളെല്ലാം ഒന്നൊന്നായി തൻ്റെ മുമ്പിൽ നിന്ന് വഴിമാറിപ്പോവുകയാണ്. താൻ പ്രതീക്ഷിക്കുന്ന പോലെ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിക്കുന്നില്ല. ഇപ്പോൾ തൻ്റെ മുമ്പിൽ എല്ലാം പ്രതികൂലങ്ങളാണ്. സ്നേഹിച്ചവരും തന്നോട് കൂടെ സഹവസിച്ചവരും താൻ ഇഷ്ടപ്പെട്ട റാഗേലിൻ്റെ പുത്രന്മാർ, അത് ജോസഫും ബെന്യാമീനും, അവരെല്ലാം ഒന്നൊന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്താണ് ഇതിൻ്റെ അവസാനം? യാക്കോബിന് ഇങ്ങനെ പറയേണ്ടി വന്നു: ഞാൻ മക്കളില്ലാത്തവനായി തീരണമെങ്കിൽ അങ്ങനെ തന്നെ ആകട്ടെ. തൻ്റെ വ്യസനവും വ്യാകുലങ്ങളും തൻ്റെ മനക്ലേശങ്ങളും ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, യാക്കോബ് അറിയാത്ത തലത്തിൽ ദൈവം ചില കാര്യങ്ങൾ യാക്കോബിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, യാക്കോബ് ചിന്തിച്ചതിനേക്കാളും നനച്ചതിനേക്കാളും വിചാരിച്ചതിനേക്കാളും അപ്പുറമായി ദൈവിക പദ്ധതികൾ വളരെ വലുതാണ്. ഉൽപ്പത്തി പുസ്തകം 48-ന്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യാക്കോബ് ജോസഫിനോട് പറയാൻ, നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചതല്ല, എന്നാൽ ജോസഫിന്റെ മക്കളെയും കാണുവാൻ, മനശ്ശെയും എഫ്രീമിനെയും കാണുവാൻ ദൈവം ഇടിയാക്കി തീർന്നു. യാക്കോബിന്റെ സമാപന നാളുകളിൽ ജോസഫിന് 2 മക്കളെയും വിളിച്ച് അനുഗ്രഹിക്കുവാൻ, ആശീർവദിക്കുവാൻ യാക്കോബിന് ഇടയായി തീർന്നു. അതുമാത്രമല്ല, യാക്കോബിന്റെ മക്കൾ കൊണ്ടുകൊടുത്ത ജോസഫിന്റെ നിലയെങ്കി കയ്യിൽ പിടിച്ചുകൊണ്ട് ഏറിയ വർഷങ്ങൾ വിലപിച്ചുകൊണ്ടിരുന്നെങ്കിൽ, എന്നാൽ ഇപ്പോൾ താൻ കാതുകളിൽ കേൾക്കുന്നത് തൻ്റെ മകൻ ജോസഫ് ജീവിച്ചിരിക്കുന്നു എന്നാണ്. ഈ കള്ളക്കഥകൾക്കപ്പുറത്ത് ഈ നിലയെങ്കി കയ്യിൽ പിടിച്ച് താൻ ദൈവിക പദ്ധതികൾ തിരിച്ചറിയാതെ മനസ്സുമെടുത്ത് ദീനരോധനങ്ങളിൽ നാളുകൾ കഴിച്ചിരിക്കുന്ന ഈ കാലയളവിനപ്പുറത്ത് ദൈവം തനിക്ക് വേണ്ടി ചില വലിയ പദ്ധതികൾ ഒരുക്കിയിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല, ജോസഫ് അയച്ച രഥങ്ങൾ, ആ രഥങ്ങളിൽ സഞ്ചരിക്കുവാനുള്ള ഭാഗ്യം, ജോസഫിനെ രാജ്യത്തിൽ ഉന്നതനായി കാണുവാനുള്ള യാക്കോബിന് ലഭിച്ച അവസരം, ജോസഫ് പാണ്ഡികശാലകൾ തുറന്ന് മിസ്രൈമിലെയും മുഴുദേശത്തെയും ക്ഷാമത്തെ മാറ്റുന്ന വെളിപ്പാടുകളുടെ നിവൃത്തീകരണം, ഇതൊക്കെ കാണുവാൻ ദൈവം യാക്കോബിന് അവസരം കൊടുത്തു. ഒരിക്കലും ഒരു സ്വപ്നത്തിൽ കൂടിയോ ദർശനത്തിൽ കൂടിയോ ഒരു ദൂതൻ മുഖാന്തരം ഒന്നും ജോസഫ് ജീവിച്ചിരിക്കുന്നുവെന്ന് യാക്കോബിന് മുന്നമേ ദൈവം അറിയിച്ചില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ പദ്ധതികളോ നാം കണക്കുകൂട്ടുന്നതോ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. യാക്കോബ് നനച്ചതിനേക്കാൾ, ആശിച്ചതിനേക്കാൾ, ചിന്തിച്ചതിനേക്കാൾ അപ്പുറമായി വലിയ വലിയ ദൈവിക പദ്ധതികളിലേക്ക് യാക്കോബിന് എത്തിച്ചേരേണ്ടതായിട്ട് വന്നു. മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റും, മനുഷ്യൻ്റെ കാര്യപരിപാടികൾ എല്ലാം നിഷ്ഫലമായി പോകും. ദൈവം ചെയ്യുന്നത് മാത്രം നിലനിൽക്കും. ഇപ്പോൾ ഇവിടെ ജോസഫ് ജീവിക്കുന്നു, ശിമിയോനും ജീവിക്കുന്നു, ബെന്യാമീനും ജീവിക്കുന്നു. ആരും നഷ്ടപ്പെടുന്നില്ല. ജോസഫിന്റെ ദർശനം പോലെ എല്ലാം സംഭവിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ഇതാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. അബ്രഹാം പറയുന്നത്,
ഞാൻ മക്കളില്ലാത്തവനായി നടക്കേണ്ടി വരുമല്ലോ. എലയാസർ എൻ്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി. പിന്നത്തേതിൽ അബ്രഹാം ഇങ്ങനെ പറഞ്ഞു, നീ എനിക്ക് മക്കളെ തന്നിട്ടില്ലല്ലോ, ഇസ്മായേൽ എൻ്റെ മുമ്പാകെ ജീവിച്ചാൽ മതി. എന്തൊക്കെയാണ് അബ്രഹാം ദൈവിക പദ്ധതികൾ അറിയാതെ വിളിച്ചു പറയുന്നത്? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ, എൻ്റെ സ്വത്തിനും ഈ സകല ഭൗതിക നന്മകൾക്കും അവകാശങ്ങൾക്കും ഇപ്പോൾ എൻ്റെ കാര്യസ്ഥനായ എലയാസർ അവകാശിയായി തീരും. ഇനി എലയാസർ ആയിരിക്കും ദൈവത്തിൻ്റെ പരിഹാരം. പിന്നത്തേതിൽ ഒരു സന്തതി മിസ്രൈമെ ദാസിൽ കൂടി ലഭിച്ചപ്പോൾ ഇസ്മായേൽ ആയിരിക്കും വാഗ്ദത്ത സന്തതി എന്ന് താൻ ചിന്തിച്ചു. ഒരിക്കലുമല്ല. അബ്രഹാം ചിന്തിച്ചതിനേക്കാളും നനച്ചതിനേക്കാളും ആഗ്രഹിച്ചതിനേക്കാൾ അപ്പുറമായി ആ കൂടാരത്തിൽ ചിരിയുളവായി. വാഗ്ദത്ത സന്തതി പിറന്നു, അതും സാറയിൽ നിന്ന്. അബ്രഹാമിനെ അപ്പാ അപ്പാ എന്ന് വിളിക്കുവാൻ ഒരു ഇസഹാക്ക്, ഒരു ഏകജാതൻ അവിടെ ഭൂജാതനായി. അതും ഒരിക്കലും താൻ കണക്ക് കൂട്ടാത്ത, ചിന്തിക്കാത്ത, ആശിക്കാത്ത ആ സമയത്ത് 100-ാമത്തെ വയസ്സിൽ താൻ ഇന്നലകളിൽ പറഞ്ഞതൊന്നും ഇന്ന് സംഭവിച്ചില്ല. നിങ്ങൾ ഇനിയും എബ്രായ ലേഖനം പഠിക്കുമ്പോൾ അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ അബ്രഹാം ഇസഹാക്കിനെയും കണ്ടു, അടുത്ത തലമുറ യാക്കോബിനെയും കണ്ടു. എന്തൊക്കെയാണ് താൻ പറഞ്ഞത്? നീ എനിക്ക് മക്കളെ തന്നിട്ടില്ല, ഞാൻ മക്കളില്ലാത്തവനായി എത്ര കാലം നടക്കേണ്ടി വരും. ഇനി സ്വത്തും അവകാശങ്ങളും സമ്പത്തും ഒക്കെ കൂടിയപ്പോൾ എലയാസർ ആയിരിക്കും ഇതിൻ്റെ എല്ലാം അവകാശി എന്ന് താൻ ചിന്തിച്ചു. അല്ലെങ്കിൽ ഇസ്മായേൽ എന്നെ അപ്പാ അപ്പാ എന്ന് വിളിച്ചാൽ മതി, അവനും എൻ്റെ മകനാണ്, ഇസ്മായേലിൽ കൂടി ആയിരിക്കും ദൈവം പ്രവർത്തിക്കുന്നതെന്ന് താൻ ആശിച്ചു. പ്രിയമുള്ളവർ, ഇവരാരുമല്ലായിരുന്നു. ആ കൂടാരത്തിൽ തന്നെ വാഗ്ദത്ത സന്തതി ജനിച്ചു. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഇസ്ഹാക്കിനെയും അടുത്ത തലമുറയും കാണുവാൻ ദൈവം അബ്രഹാമിന് അവസരം കൊടുത്തു. പുതിയ നിമിത്തത്തിൽ വരുമ്പോൾ 3 അപ്പം വായ്പ ചോദിക്കാൻ വന്നതാണ്. പക്ഷെ കേട്ടതെല്ലാം പ്രതികൂലങ്ങളാണ്. അർദ്ധരാത്രിയാണ്, കതക് അടഞ്ഞു കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ കഴിയുകയില്ല. ഇനിയും ഈ വാതിലിൻ്റെ മുന്നിൽ നിന്ന് മുട്ടണ്ട, അനുകൂലമായ യാതൊരു പ്രതികരണവുമില്ല. പക്ഷെ അപ്പോഴും ഈ വീട്ടിൽ മാവില്ലെന്ന് പറയുന്നില്ല. വാതിലിൻ്റെ പുറമേ നിൽക്കുന്ന ഈ കൂട്ടുകാരൻ കേൾക്കുന്നത് അനുകൂലമായ യാതൊരു മറുപടികളുമല്ല. കതക് അടഞ്ഞു തന്നെ കിടക്കുന്നു. പൈതങ്ങളും എന്നോടുകൂടെ കട്ടിലിൽ ആയിരിക്കുന്നു. ഇപ്പോൾ എഴുന്നേൽക്കാൻ എനിക്ക് കഴിവില്ല. ഇതാണ് സ്ഥിതി. പോരാങ്കിൽ ഈ അർദ്ധരാത്രി. പക്ഷേ അവൻ സ്നേഹിതനാകൊണ്ട് ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം ഇപ്പോൾ കാണുന്നത് വേണ്ടുന്നിടത്തോളം ചോദിച്ചത് വായ്പയാണ്, തിരിച്ചു തരാം. പക്ഷെ കൊടുത്തപ്പോൾ വേണ്ടുന്നിടത്തോളം. അർദ്ധരാത്രി വിഷയമായില്ല, പൈതങ്ങളുടെ കൂടെ കിടക്കുന്ന വിഷയമായില്ല, കഥ കടഞ്ഞു കിടക്കുന്ന വിഷയമായില്ല. അകത്ത് കിടക്കുന്ന സ്നേഹിതന് എഴുന്നേൽക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ പുറത്ത് നിൽക്കുന്ന മറ്റ് സ്നേഹിതനാണ്. പ്രിയമുള്ളവരെ, ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. നിങ്ങൾ ചോദിക്കുന്നതിനേക്കാളും നനയ്ക്കുന്നതിനേക്കാളും അത്യന്തപരമായി ചെയ്യുന്ന ഒരു ദൈവം. ആ ദൈവം നിങ്ങൾക്കായി ജീവിക്കുന്നു. നമുക്ക് ലജ്ജ കൂടാതെ മുട്ടിക്കാൻ നിമിത്തം വേണ്ടുന്നിടത്തോളം ധാരാളമായി സമർത്ഥമായി നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തപരമായി ചെയ്യുന്ന ആകാശത്തിലെ കിളിവാതിലുകളെല്ലാം നിങ്ങൾക്ക് വേണ്ടി തുറന്ന് സ്ഥലം പോരാതെ വരുവോളം ധാരാളമായി നിങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളെ വർഷിപ്പിക്കും. അമർത്തി കുലുക്കി കവയുന്ന അളവ് അത് നിങ്ങളുടെ മടിയിൽ മേൽ നിങ്ങൾക്ക് നൽകുക. ശക്തനായ ഒരുവൻ ജീവിക്കുന്നു. കർത്താവിൽ വിശ്വസിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.